തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒരു പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. വോട്ടർ പട്ടികയിൽ നിന്നും വൈഷ്ണ സുരേഷിന്റെ പേര് ഒഴിവാക്കിയതിനെതിരെ വൈഷ്ണ സുരേഷ് ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായൊരു നിലപാട് ഉണ്ടായി. തുടർന്ന് ആ വിഷയം പരിഗണിച്ച് എത്രയും പെട്ടെന്ന് വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ഈ വോട്ടർ പട്ടികയിൽ നിന്നും വൈഷ്ണ സുരേഷിന്റെ പേര് ഒഴിവാക്കിയ നടപടി അങ്ങേയറ്റം തെറ്റാണ്, അതിനകത്ത് പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട്, പിഴവുകളും സംഭവിച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വൈഷ്ണ സുരേഷിന്റെ പേര് വീണ്ടും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള ഉത്തരവ് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ കോർപ്പറേഷനിലെ നിലവിലെ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രന്റെ ഓഫീസിലെ ഉദ്യോഗസ്ഥർ ഇടപെട്ടു, അല്ലെങ്കിൽ ആര്യ രാജേന്ദ്രന്റെ ഓഫീസ് ഇടപെട്ടു എന്ന് തെളിയിക്കുന്ന ചില രേഖകൾ പുറത്തു വരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ചില വിവരം. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ ചുമതലയുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കെ മുരളീധരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ ഈ വൈഷ്ണ സുരേഷിന്റെ പേര് ഒഴിവാക്കിയതിൽ CPM-ന് പങ്കുണ്ട്, ആര്യ രാജേന്ദ്രന്റെ പങ്കുണ്ട് എന്നതുൾപ്പെടെയുള്ള ചില വിമർശനങ്ങൾ, ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ചില തെളിവുകൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, മുട്ടട വാർഡിലെ CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായ ധനേഷിന്റെ പരാതിയെ തുടർന്നാണ് വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നത്. ഈ പറയുന്ന ധനേഷ് കൊടുത്ത പരാതിയിൽ പറയുന്നത് ഈ വൈഷ്ണ സുരേഷിന്റെ വോട്ടർ പട്ടികയിൽ കാണിക്കുന്ന അഡ്രസ്സിലെ TC 18/564 എന്ന് പറയുന്ന വീട്ടു നമ്പർ, ആ വീട്ടു നമ്പറിൽ വൈഷ്ണ സുരേഷ് അല്ല താമസിക്കുന്നത് എന്നായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനിലെ ക്ലർക്കായിരുന്ന GM കാർത്തിക അന്വേഷണം നടത്തി. പരാതി ലഭിച്ചപ്പോൾ അതിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് അന്വേഷണം നടത്തി. അവര് അവിടെ ചെന്ന് ഈ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഈ പറയുന്ന പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയാണ്, 18/564 എന്ന് പറയുന്ന വീട്ടിൽ വൈഷ്ണ സുരേഷ് താമസമില്ല, മറ്റൊരാളാണ് താമസിക്കുന്നത് എന്ന റിപ്പോർട്ട് കൊടുക്കുന്നു. പിന്നീടാണ് അവിടുത്തെ സൂപ്രണ്ടായിട്ടുള്ള പ്രതാപചന്ദ്രൻ ഹിയറിംഗിനെ വിളിപ്പിച്ച് ഈ രണ്ട് ഭാഗം പേരെയും കേൾക്കുന്നത്. ആ ഹിയറിംഗിൽ തന്നെ വലിയ പിഴവുകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം എല്ലാവരും ഒരുമിച്ച് ഹിയറിംഗിന് എത്തണമെന്ന് പറഞ്ഞപ്പോൾ വൈഷ്ണ സുരേഷ് എത്തി കൃത്യസമയത്ത് തന്റെ നിലപാട് വ്യക്തമാക്കി. എന്നാൽ അതിനുശേഷമാണ് ഈ പറയുന്ന പരാതിക്കാരൻ ഉച്ചയ്ക്ക് ശേഷമാണ് തന്റെ നിലപാട് വ്യക്തമാക്കാനായിട്ട് രംഗത്ത് വരുന്നത്. വൈഷ്ണ സുരേഷിനെതിരെ ഈ പരാതിക്കാരൻ വീണ്ടും ചില വാദങ്ങൾ ഉന്നയിക്കുന്നു. അതിന് മറുവാദങ്ങൾ ഉന്നയിക്കാനോ തെളിവുകൾ നൽകാനോ ഒന്നും തന്നെ വൈഷ്ണ സുരേഷിന് അതുകൊണ്ട് തന്നെ സാധിച്ചില്ല. മാത്രവുമല്ല, ഈ വീട്ടുകാരിൽ നിന്നും ഒരു ഇമെയിൽ അതിനുശേഷം ഈ പറയുന്ന കോർപ്പറേഷനിലേക്ക് ലഭിക്കുകയും ചെയ്തു. അത്തരത്തിൽ ഹിയറിംഗ് നടത്തിയ സൂപ്രണ്ട് പ്രതാപചന്ദ്രൻ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോർപ്പറേഷന്റെ അഡീഷണൽ സെക്രട്ടറി ആയിട്ടുള്ള V സജികുമാർ വൈഷ്ണ സുരേഷിന്റെ പേര് ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചത്. അതായത് ഈ റിപ്പോർട്ടുകളെല്ലാം ശരിവെച്ചുകൊണ്ട് ഈ പരാതി ശരിയാണ് എന്ന് കണ്ടെത്തി എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കുകയായിരുന്നു. എന്നാൽ വൈഷ്ണ സുരേഷ് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കുകയും കോർപ്പറേഷൻ ഹിയറിംഗിന് ഒക്കെ തന്നെ രണ്ടാമതും ഹിയറിംഗിന് ഉള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തു. ഈ സമയത്ത് വൈഷ്ണ സുരേഷ് കൊടുത്തിരിക്കുന്ന പുതിയതായിട്ട് കൊടുത്ത സത്യവാങ്മൂലത്തിൽ കൊടുത്ത വീട്ടഡ്രസ്, അതായത് സുധാഭവൻ എന്ന് പറയുന്ന വീട്ടഡ്രസ്, 18/2365 എന്ന് പറയുന്ന വീട്ടഡ്രസ്, അവിടെ ഈ പറയുന്ന മേയറുടെ ഓഫീസിലെ രണ്ട് ഉദ്യോഗസ്ഥർ ചെന്ന്, അന്വേഷണത്തിന്റെ ചുമതലയില്ലാത്ത ഉദ്യോഗസ്ഥരാണ് ഇവരെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവർ ആ വീട്ടിൽ ചെന്നുകൊണ്ട് അവിടെ നിലവിൽ താമസിക്കുന്ന വീട്ടുകാരിൽ നിന്നും ഒരു സത്യവാങ്മൂലം എഴുതി വാങ്ങുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ട് തങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്, മറ്റാരും ഇവിടെ താമസമില്ല എന്ന ഒരു സത്യവാങ്മൂലം എഴുതി വാങ്ങുന്നു. അതിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് അന്ന് വൈഷ്ണ സുരേഷിനെതിരെ ഒരു തെളിവായിട്ടാണ് ഈ പറയുന്ന ഉദ്യോഗസ്ഥർ തന്നെ പുറത്തുവിട്ടത്. കാരണം ഈ വീട്ടിൽ വൈഷ്ണ സുരേഷ് താമസമില്ല, അവർക്കെതിരെ തെളിവുകളുണ്ട്. അത് ചോദിക്കുന്നതൊക്കെ തന്നെ വീഡിയോയിൽ കേൾക്കാം. അപ്പോൾ നിങ്ങൾ 2 വർഷമായിട്ട് ഇവിടെ തന്നെയാണ് താമസം, വേറെ ആരും താമസമില്ല എന്ന് ചോദിക്കുമ്പോൾ അവർ അതേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വൈഷ്ണ സുരേഷ് ഈ വീട്ടിലും താമസമില്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു വീഡിയോ ഈ CPM കേന്ദ്രങ്ങൾ തന്നെ പുറത്തുവിട്ടത്. അതാണ് ഇപ്പോൾ അവർക്ക് തന്നെ ഒരു തിരിച്ചടി ആയിരിക്കുന്നത്. അതായത് മേയറുടെ ഓഫീസിൽ നിന്നുള്ള 2 ആളുകൾ, ഈ അന്വേഷണത്തിന്റെ ചുമതലയില്ലാത്ത 2 പേർ എന്തിന് സമാന്തരമായ ഒരു അന്വേഷണം നടത്തി അത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചു, അല്ലെങ്കിൽ അത്തരമൊരു റിപ്പോർട്ട് നൽകി എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ആ റിപ്പോർട്ടിന് കൂടി അടിസ്ഥാനത്തിലാണ് ഈ വൈഷ്ണയുടെ ഈ പറയുന്ന പരാതി, വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ പരാതി സ്വീകരിക്കേണ്ട, അല്ലെങ്കിൽ അത് അംഗീകരിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തള്ളുന്ന ഒരു സമീപനത്തിലേക്ക് കോർപ്പറേഷൻ പിന്നീട് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. അതിന് പിന്നാലെയാണ് വൈഷ്ണ സുരേഷ് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്തായാലും
ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം പറയുന്നത് പോലെ CPM രാഷ്ട്രീയമായിട്ടുള്ള ഒരു നീക്കം നടത്തി. അതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. രാഷ്ട്രീയപരമായ ഇടപെടൽ വൈഷ്ണവയുടെ പേര് ഒഴിവാക്കുന്നതിൽ നടന്നു എന്നതാണ് കോൺഗ്രസിന്റെ ആരോപണം. അത് ഏതാണ്ട് ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോഴുള്ള തെളിവുകൾ നമുക്ക് മനസ്സിലാക്കാവുന്നത്. കോർപ്പറേഷൻ മേയറുടെ തന്നെ ഓഫീസിൽ നിന്ന് 2 പേർ ഇതിനകത്ത് ഇടപെടുന്നു. അത് ചുമതലയില്ലാത്ത 2 പേരാണ്. അവർ ഈ വിഷയത്തിൽ ഇടപെടുകയും അന്വേഷണം നടത്തിക്കൊണ്ട് ഫീൽഡിൽ അന്വേഷണം നടത്തുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നു. അപ്പോൾ വൈഷ്ണവ സുരേഷ് മത്സരിക്കരുത് എന്ന് ആരൊക്കെയോ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു. ആ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടന്നത് എന്ന് നമുക്ക് വ്യക്തമാക്കുന്ന തരത്തിലാണ് ഈ തെളിവുകൾ നമ്മളോട് സംസാരിക്കുന്നത്.